നമസ്കാരം, കാർക്കടുവ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആഡംബര വാഹനങ്ങളുടെ ശ്രേണിയിൽ ഇന്ത്യയിൽ വിൽപ്പനയിൽ ഒന്നാമനാണ് മെഴ്സിഡീസ് ബെൻസ്. മെഴ്സിഡീസ് ബെൻസിൻ്റെ ക്രോസ് ഓവർ SUV ആണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. അതായത് ഒരു SUV സ്വന്തമാക്കണം, അതും മെഴ്സിഡീസ് ബെൻസിൻ്റെത് വേണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ക്രോസ് ഓവർ കോമ്പാക്ട് SUV ആയിട്ടുള്ള GLA ആണ് നമ്മളോടൊപ്പം എത്തിയിരിക്കുന്നത്. 2013 GLA ലോക വിപണിയിൽ എത്തുന്നത്. ഇപ്പോൾ 2024 അതിൻ്റെ ഒരു പരിഷ്കരിച്ച പതിപ്പ് എത്തിയിട്ടുണ്ട്. ആ വാഹനത്തിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഉള്ളത്. എന്താണ് GLA? അതായത് മെഴ്സിഡീസ് ബെൻസിൻ്റെ വാഹനങ്ങളുടെ നിരയിൽ ഏറ്റവും എൻട്രി ലെവൽ ആണ് GLA എന്ന് പറയാം. ഇതിൽ GL എന്ന് പറഞ്ഞാൽ വെഹിക്കിൾ ഫോർ ഓഫ് റോഡിംഗ് എന്നാണ് അർത്ഥം. ഇതിൽ A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സ്മോളസ്റ്റ് കാർ എന്നാണ് അർത്ഥം. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ക്രോസ് ഓവർ SUV ആണ്. ഈ വാഹനങ്ങളിലേക്ക് കുറേയധികം മാറ്റങ്ങൾ 2024 ജനുവരി 31 മെഴ്സിഡീസ് ബെൻസ് കൊണ്ടുവന്നിരിക്കുന്നു. 3 വേരിയന്റുകളിലായി തുടങ്ങുന്ന വാഹനത്തിന്റെ വില തുടങ്ങുന്നത് 51,70,75,000 രൂപ മുതൽ 58,15,000 രൂപ വരെയാണ്. 7 സ്പീഡ് DCTയിലാണ് പെട്രോൾ വാഹനം എത്തുന്നത്. ഇതിന്റെ വിലയാണ് 51,70,75,000 രൂപ. ഇതിൽ ശരിക്കും 1.3 ലിറ്റർ ടർബോ പെട്രോൾ പതിപ്പിലാണ് വാഹനം എത്തുന്നത്. 161 bhp പവറും 250 ന്യൂട്ടൺ മീറ്റർ ടോർക്കുമാണ് വാഹനത്തിന് ഉള്ളത്. ഡീസൽ വാഹനങ്ങൾ രണ്ടും വരുന്നത് ഫോർമാറ്റിക്കിലാണ്. ഫോർമാറ്റിക്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾ വീൽ ഡ്രൈവ് ആണ്. ഇപ്പം നമ്മളോടൊപ്പം ഉള്ളത് ഡീസൽ പതിപ്പാണ്. 220D ഫോർമാറ്റിക് ആണ് ഉള്ളത്. ഇതിൽ 5 ഡ്രൈവ് മോഡ്സ് ഒക്കെ ഉണ്ട്. ഡീസൽ പതിപ്പ് വാഹനം 2 വേരിയന്റുകളിലായി എത്തുന്നുണ്ട്. 220D ഫോർമാറ്റിക്കും 220D AMG ലൈൻ ഫോർമാറ്റിക്കും. ഇതിന്റെ കരുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 188 bhp ആണ് അതിന്റെ കരുത്ത്. അതുപോലെ തന്നെ ഇതിന്റെ ടോർക്ക് 400 ന്യൂട്ടൺ മീറ്റർ ആണ്. മെഴ്സിഡീസ് ബെൻസ് GLAയുടെ കോമ്പറ്റീറ്റേഴ്സ് ആയിട്ട് ഇന്ന് ഇന്ത്യൻ വിപണിയിലുള്ളത് BMW X1, Audi Q3, അതുപോലെ തന്നെ Volvo XC40 എന്നീ വാഹനങ്ങളാണ്. 2024 GLA അവതരിപ്പിക്കുമ്പോൾ AMGയുടെ കുറേ ഘടകങ്ങൾ ഇതിനകത്തേക്ക് കൊണ്ടുവന്ന വാഹനത്തിന് കൂടുതൽ സൗന്ദര്യവും ഗാംഭീര്യവും ഒക്കെ വാഹന നിർമ്മാതാക്കൾ നൽകി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 2024 GLAയുടെ മുൻഭാഗത്തെ ഗ്രില്ലിൽ വന്നിരിക്കുന്ന മാറ്റങ്ങളാണ്. ഈ ഒരു ചെറിയ ഈ ക്രോം എലിമെന്റ് ഹൈലൈറ്റ് എന്ന് പറഞ്ഞ 2024 വന്ന ഒരു പരിഷ്കാരമാണ്. അതുപോലെ തന്നെ മുന്നിലെയും പിന്നിലെയും ബമ്പറുകൾക്ക് അവർ മാറ്റം വരുത്തിയിട്ടുണ്ട്. പുതിയതായി അവതരിപ്പിച്ചിരിക്കുന്ന LED ഹെഡ്ലൈറ്റുകൾ ലോങ് ബീം റേഞ്ച് ഉള്ളതാണ്. അതായത് വളരെ നല്ല കാഴ്ച നൽകുന്ന ഒന്നാണ്. അതേപോലെ തന്നെ ഇതിനകത്തേക്ക് LED റിഫ്ലക്ഷൻ ടെക്നോളജി വന്നിട്ടുണ്ട്. സാഹചര്യത്തിനനുസരിച്ച് ഓട്ടോമാറ്റിക് ഡിമ്മിങ്ങും ഒക്കെ സാധ്യമാകുന്ന LED ലൈറ്റുകളാണ് മെഴ്സിഡീസ് ബെൻസ് GLA 2024 കൊണ്ടുവന്നിരിക്കുന്നത്. സൈഡ് പ്രൊഫൈലിനെ കുറിച്ച് പറയുമ്പോൾ 19 ഇഞ്ച് വലിപ്പത്തിലുള്ള അലോയ് വീലാണ് മറ്റൊരു പ്രത്യേകത. ഇതിനകത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്ന ഈ വീൽ ആർച്ച്, പ്ലാസ്റ്റിക് വീൽ ആർച്ച് ഈ 2024 പതിപ്പിലെ ഒരു പുതിയ അഡീഷനാണ്. ഇതിനകത്തെ റൂഫ് റെയിലാണ്. റൂഫ് റെയിലിലേക്ക് പോളിഷ്ഡ് അലൂമിനിയത്തിലാണ് അവർ കൊണ്ടുവന്നിരിക്കുന്നത്. അതും 2024 കൊണ്ടുവന്നിരിക്കുന്ന ഒരു പുതുമയാണ്. അപ്പം ഇതിന് ശരിക്കും ഫങ്ഷണാലിറ്റി ഒക്കെ തന്നെയും ഉണ്ട്. ഹാൻഡിൽസിലേക്ക് ക്രോം വന്നിട്ടുണ്ട്, വിൻഡോ ലൈനുകളിലേക്ക് ക്രോം വന്നിട്ടുണ്ട്. ശരിക്കും സൈഡ് ക്ലാഡിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അവിടെയും ഒരു ക്രോമിന്റെ സ്ട്രിപ്പ് കൊടുത്തിട്ടുണ്ട്. 183 mm ആണ് ഈ വാഹനത്തിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ്. 435 ലിറ്റർ ആണ് ഇതിന്റെ ബൂട്ട് സ്പേസ്. അതുപോലെ തന്നെ വാഹനം 60/40 സ്പ്ലിറ്റുകളൊക്കെ തന്നെയും ഉണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ ബൂട്ട് ഓപ്പൺ ചെയ്യണമെങ്കിൽ ജസ്റ്റ് കാലുകളുടെ ഒരു ഗസ്റ്റർ കൊണ്ട് തന്നെ നമുക്കിത് ഓപ്പൺ ചെയ്യാൻ പറ്റും. പ്രധാനമായിട്ട് വന്നിരിക്കുന്നത് ഈ ഒരു ബമ്പറിലുള്ള മാറ്റങ്ങളാണ്. ഇന്റീരിയറിനെ കുറിച്ച് പറയുമ്പോൾ ഇതിൽ സ്പെക്ട്രൽ ബ്ലൂ എന്ന് പറയുന്ന പുത്തൻ കളറിലുള്ള വാഹനമാണ് നമ്മളോടൊപ്പം ഉള്ളതെന്നറിയാം. അപ്പോൾ അതിനായിട്ട് വന്നിരിക്കുന്നത് ശരിക്കും ഓൾ ബ്ലാക്ക് ഇൻറ്റീരിയർ ആണ്. അപ്പം അതിൽ ശരിക്കും ഹൈലൈറ്റഡ് ഒരു റെഡിലുള്ള ഒരു സ്റ്റിച്ച് വന്നിട്ടുണ്ട്. പിന്നെ ഇതിനകത്തെ ഏറ്റവും ഇൻറ്റീരിയറിൽ പുതുമയായിട്ട് വന്നിരിക്കുന്ന ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഈ ഒരു സ്ലൈഡ് ഔട്ട് തൈ സപ്പോർട്ടാണ്. അപ്പം നമുക്കിത് ശരിക്കും ഇലക്ട്രോണിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡ്രൈവിംഗ് സീറ്റാണ്. അതുപോലെ തന്നെ ഡ്രൈവറുടെ സീറ്റും അങ്ങനെ തന്നെയാണ്. അപ്പം 3 മെമ്മറി ഫംഗ്ഷനൊക്കെ ഉള്ള തന്നെ ഡ്രൈവിംഗ് സീറ്റാണ്. അപ്പോൾ നമുക്കത് ഏത് രീതിയിലും വളരെ കംഫർട്ട് സോണിലേക്ക് തന്നെ അതിനെ ഇത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് നമുക്ക് ഡ്രൈവിങ്ങിൽ നമ്മളുടെ തൈകൾക്ക് ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നു. അപ്പം ഡ്രൈവിംഗ് അനുഭവത്തെക്കുറിച്ചിട്ട് പറയുമ്പോൾ ഈ സ്ലൈഡ് ഔട്ട് തൈ സപ്പോർട്ട് എടുത്തു പറയുന്നു. അതുപോലെ തന്നെ നല്ല കുഷനിങ് ആണ്, നല്ല ഫിനിഷിംഗ് ഉണ്ട്. 2024 GLAയുടെ പരിഷ്കരിച്ച പതിപ്പിലെ അതിൻ്റെ ഇൻറ്റീരിയറിൽ വന്നിരിക്കുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഴ്സിഡീസ് ബെൻസ്
ബെൻസ് യൂസർ എക്സ്പീരിയൻസിൻ്റെ ഒരു അപ്ഡേറ്റഡ് വെർഷനാണ്. അതായത് MBUX-ൻ്റെ അപ്ഡേറ്റഡ് വെർഷൻ 10.25 സെൻറ്റിമീറ്റർ വലിപ്പത്തിലുള്ള ഈ ഒരു മെഴ്സിഡീസ് ബെൻസ് യൂസർ എക്സ്പീരിയൻസ് ഈ ഒരു ഇതിലേക്ക് വന്നിരിക്കുന്നത് ശരിക്കും ഏറ്റവും പുതിയ ഒരു ഇൻ്റർഫേസ് ആണ്. അപ്പം ഇതിനകത്തൂടെ നമുക്ക് ശരിക്കും ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ ഇതെല്ലാം തന്നെയും ഇത് ചെയ്യാം. അതുപോലെ തന്നെ പറയാൻ പറ്റുന്ന മറ്റൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തേക്ക് ഹോം ഇൻ്റഗ്രേഷൻ നടക്കും. അലക്സയുമായിട്ട് നമുക്ക് മെഴ്സിഡീസ് മീ എന്ന് പറയുന്ന ആപ്പ് വഴി അലക്സ ഹോം ഇൻ്റഗ്രേഷൻ സാധ്യമാണ്. മൾട്ടി ഫംഗ്ഷൻ സ്പോർട്സ് സ്റ്റിയറിംഗ് വീലാണ് മെഴ്സിഡീസ് ബെൻസ് GLAക്ക്. 3 സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ്. വളരെ ക്യൂട്ടായിട്ടുള്ള, ഹാൻഡിൽ ചെയ്യാൻ വളരെ ഈസി ആയിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് വീൽ എന്ന് തന്നെ പറയാം. ഈ മൾട്ടി ഫംഗ്ഷൻ സ്റ്റിയറിംഗ് വീലിലേക്ക് പാഡിൽ ഷിഫ്റ്റർ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ക്രൂയിസ് കൺട്രോൾ വന്നിട്ടുണ്ട്. വാഹനത്തിൻ്റെ വേഗതയും ഇതുമൊക്കെ തന്നെ നമുക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഇതൊരു 8 സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിലുള്ള വാഹനമാണ്. അതായത് എപ്പോഴും നമുക്ക് ഡ്രൈവിംഗിൽ യാതൊരുവിധമായ ലാഗിങ്ങോ ഒന്നും തന്നെ തോന്നിയിട്ടില്ല. എപ്പോഴും തൊട്ടടുത്ത ഗിയർ പ്രീ സെലക്റ്റഡ് ആയിട്ടിരിക്കും. വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഡ്രൈവിംഗ് അനുഭവമാണ് നമുക്ക് ലഭിച്ചത്. അതുപോലെ തന്നെ ഇത് ഒരു ഓൾ വീൽ ഡ്രൈവ് വാഹനമാണെന്ന് ഞാൻ ആദ്യം പറഞ്ഞു. നമ്മളോടൊപ്പം ഉള്ളത് ഡീസൽ പതിപ്പാണ്. 2 ലിറ്റർ ടർബോ ഡീസൽ പതിപ്പിലുള്ള വാഹനമാണ് 220D ഫോർമാറ്റിക് എന്ന് പറയുന്ന വാഹനം. അപ്പം ഇത് ഏത് പ്രതലത്തിലൂടെയാണെങ്കിലും നമുക്ക് ഈ വാഹനം ഓടിക്കാം. ഒരു SUV-യുടെ സ്വഭാവമുള്ള ഒരു വാഹനമാണ്. അപ്പം ഇതിനകത്തേക്ക് 5 ഡ്രൈവ് മോഡ്സ് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് അത് ശരിക്കും കംഫർട്ട്, എക്കോ, സ്പോർട്ട്, ഇൻഡിവിജ്വൽ, ഓഫ് റോഡ് എന്നിങ്ങനെ പറയുന്ന 5 ഡ്രൈവ് മോഡ്സാണ് ഇതിനകത്തേക്ക് ഉള്ളത്. ഇതിൽ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ വാഹനം നമ്മളോടൊപ്പം ഉള്ളത് ഓൾ വീൽ ഡ്രൈവ് വാഹനമാണ്. ഓഫ് റോഡിങ്ങിന് വേണ്ടിയിട്ട് ഈ വാഹനത്തെ സജ്ജമാക്കുമ്പോൾ ഇതിനകത്തേക്ക് കുറേ കാര്യങ്ങളുണ്ട്. അതായത് അതിലേക്ക് ആക്റ്റീവ് ഡ്രൈവ് പ്രോഗ്രാം എടുക്കണം. അപ്പം നമ്മളിപ്പം ഏതാണോ നമ്മളുടെ പ്രതലം, വെറ്റാണെങ്കിലും സ്നോ ആണെങ്കിലും ഇളകിയ മണ്ണാണെങ്കിലും ഒക്കെ തന്നെയും അതിനനുസരിച്ചിട്ട് വാഹനത്തെ നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പം വാഹനത്തിൻ്റെ സ്പീഡ് അപ്പോൾ ശരിക്കും നമ്മൾ വളരെ സ്റ്റീപ്പായിട്ടുള്ള കുത്തനെയുള്ള ഇറക്കങ്ങളിൽ 2 മുതൽ 18 കിലോമീറ്റർ വരെ സ്പീഡിലേക്ക് വാഹനം സ്വയം നിയന്ത്രിതമാകും. അപ്പം അതായത് നമ്മൾ ഓഫ് റോഡിങ്ങിലേക്ക് പോകുമ്പോൾ ഡൗൺ ഹിൽ കൺട്രോൾ ഈ വാഹനത്തിലേക്കുണ്ട്. അതുപോലെ തന്നെ റോളിംഗ് ബാക്ക് കൺട്രോളും ഈ വാഹനത്തിലേക്ക് സജ്ജമാണ്. 64 നിറങ്ങളിലുള്ള ആംബിയൻ ലൈറ്റിംഗ് ആണ് മെഴ്സിഡീസ് ബെൻസ് GLAയുടെ മറ്റൊരു പ്രത്യേകത. അതുപോലെ തന്നെ ഡാഷ്ബോർഡ് ഡിസൈനുകളിൽ 2 തരത്തിലാണ് ഉള്ളത്. ഈ ഒരു ഡിസൈനിൽ മാറ്റം വരുന്നുണ്ട്. അതേപോലെ തന്നെ AC വെന്റുകളുടെ ഒക്കെ ഒരു സൗന്ദര്യം അത് നമ്മൾ മിക്ക മെഴ്സിഡീസ് ബെൻസ് വാഹനങ്ങളിലും കാണുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെയായിട്ട് റോളർ ബ്ലൈൻഡ് കൊടുത്തിട്ടുണ്ട്. അത് ഒരുപാട് നല്ലതാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു മെസ്സിയായിട്ടുള്ള ഒരു ലുക്ക് വരാതെ വാഹനത്തിനുള്ളിൽ വളരെ ക്ലീനായിട്ട് തന്നെ ഇരിക്കാൻ വേണ്ടിയിട്ട് അത് സഹായിക്കും. അതുപോലെ തന്നെ ഇവിടെ ശരിക്കും വയർലെസ് ചാർജിങ് സൗകര്യം ഉണ്ട്. മറ്റൊന്ന് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ശരിക്കും ഈ കപ്പ് ഹോൾഡർ നമുക്ക് നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് ഇത് എടുത്തു മാറ്റാവുന്നതാണ്. അപ്പോൾ കൂടുതൽ സ്റ്റോറേജ് സ്പേസ് നമുക്ക് ലഭിക്കും. ഇവിടെയും നമുക്കൊരു യൂട്ടിലിറ്റി സ്പേസ് ഉണ്ട്. പിന്നെ മറ്റൊന്ന് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയായിട്ടൊരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. സെൻട്രൽ കൺസോളിൻ്റെ വളരെ ഡീപ്പായിട്ട് അതിനകത്തും ചാർജിങ് സൗകര്യം കൊണ്ടുവന്നിട്ടുണ്ട്. ഹാൻഡ് റെസ്റ്റ് ആയിട്ടൊക്കെ തന്നെയും ഉപയോഗിക്കാം. വളരെ നല്ലൊരു കാര്യം എന്ന് പറയുന്നു. ഇന്റീരിയർ വിശേഷങ്ങൾ പറയുമ്പോൾ എടുത്തു പറയേണ്ട ഒന്നാണ് ഇതിൻ്റെ പനോരമിക് സൺറൂഫ്. അപ്പം ഇതിനകത്തേക്ക് ശരിക്കും ഹീറ്റ് ഇൻസുലേഷനൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ടിൻഡഡ് സേഫ്റ്റി ഗ്ലാസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് സ്ലൈഡിങ് സൺറൂഫാണ്. അതുപോലെ തന്നെ ഇലക്ട്രിക്കലി നമുക്ക് ഒറ്റ ടച്ചിൽ തന്നെ സ്ലൈഡ് ചെയ്ത് മാറ്റാൻ പറ്റുന്ന ഇലക്ട്രിക് സൺ ബ്ലൈൻഡ് ഉണ്ട് അതിനകത്തേക്ക്. അതുപോലെ തന്നെ മഴ വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഇത് ക്ലോസ് ആവുകയും ചെയ്യും. പിന്നെ ഇത് ശരിക്കും വാഹനത്തിനുള്ളിൽ ഭയങ്കരമായിട്ടുള്ളൊരു എയറി ഫീല് നൽകുന്നുണ്ട്. ഈ വാഹനത്തിലേക്ക് ഓട്ടോമാറ്റിക് പാർക്കിംഗ് സിസ്റ്റം അവൈലബിൾ ആണെന്നുള്ളതാണ്. ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്. ആ ബട്ടൺ നമ്മൾ അമർത്തി കഴിഞ്ഞാൽ ശരിക്കും വാഹനം സ്വയം പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കണ്ടെത്തി സുരക്ഷിതമായിട്ട് പാർക്ക് ചെയ്തുകൊള്ളും. വാഹനത്തിൻ്റെ വീൽ ബേസ് 2729 mm ആണ്. രണ്ടാം നിര അത്യാവശ്യം നമുക്ക് വളരെ നീറ്റായിട്ട് തന്നെ റിലാക്സ് ചെയ്തിരിക്കാം എന്ന് പറയാം. നല്ല ലെഗ് റൂമും അത്യാവശ്യം നല്ല ഹെഡ് റൂമും ലഭിക്കുന്നുണ്ട്. 3 പേർക്കുള്ള സീറ്റ് ബെൽറ്റുകളുണ്ട്. 3 സ്ലൈഡിംഗ് ഹെഡ് റെസ്റ്റുകളുണ്ട്. ഐസോഫിക്സ് സംവിധാനമൊക്കെ കൊടുത്തിട്ടുണ്ട്.
മെഴ്സിഡീസ് ബെൻസ് GLAയുടെ സേഫ്റ്റിയെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ഏറ്റവും പ്രാധാന്യത്തോടെ പറയേണ്ട ഒന്നെന്ന് പറഞ്ഞാൽ ഇതിനകത്തേക്ക് 7 എയർ ബാഗുകൾ വന്നിട്ടുണ്ട്. അതിൽ ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രൈവർക്കുള്ള നീ എയർ ബാഗാണ്. ഒരുപാട് സുരക്ഷ നൽകുന്ന ഒന്നാണ് അതെന്ന് പറയാം. ആക്റ്റീവ് ബ്രേക്കിംഗ് സിസ്റ്റം ഉണ്ട്. അതായത് നമ്മൾക്ക് മുന്നിലേക്ക് ഒരു വാഹനമോ അല്ലെങ്കിൽ ഒരു മനുഷ്യനോ അല്ലെങ്കിൽ ഒരു മൃഗമോ ഒക്കെ തന്നെയും പാസ് ചെയ്യുമ്പോൾ നമ്മൾ ബ്രേക്ക് ചവിട്ടിയില്ലെങ്കിൽ പോലും വാഹനം സ്വയം ബ്രേക്ക് അപ്ലൈ ചെയ്യുന്ന ഒരു സാഹചര്യം. മുന്നിലുള്ള വാഹനം എത്ര മീറ്റർ അല്ലെങ്കിൽ എത്ര ദൂരത്തിലാണെന്നുള്ള അലർട്ട് നമുക്ക് എപ്പോഴും വാർണിംഗ് സൈൻസ് എല്ലാം തന്നെയും സീറ്റ് ബെൽറ്റിൻ്റെ കാര്യത്തിലാണെങ്കിലും എല്ലാത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും അത് കൃത്യമായിട്ട് നൽകുന്ന ഒന്നാണ്. പിന്നെ ഇതിനകത്തേക്ക് ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം ഉണ്ട്. ഏറ്റവും ഉപകാരപ്പെട്ട ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് 360 ഡിഗ്രി ക്യാമറ ഭയങ്കര ക്ലാരിറ്റി ഉള്ള ഒരു ക്യാമറയാണ്. വാഹനം നമ്മുടെ ചുറ്റോട് ചുറ്റും ഏതൊക്കെ വാഹനം നമ്മളോട് ചേർന്ന് വരുന്നു അല്ലെങ്കിൽ അപകടകരമായ രീതിയിലേക്ക് എത്തുന്നു എന്ന് അപ്പോൾ തന്നെ അവർ അലർട്ട് നൽകുന്നുണ്ട്. മറ്റൊന്നെന്ന് പറഞ്ഞാൽ ബ്ലൈൻഡ് സ്പോട്ട് മോണിറ്ററിംഗ് ആണ്. നമ്മളുടെ സൈഡ് വ്യൂ മിററിലേക്ക് ആ ഒരു വാഹനം, നമ്മൾ കാണാത്ത വാഹനം അല്ലെങ്കിൽ നമ്മുടെ അടുത്തെത്തുന്ന വാഹനത്തെ കുറിച്ചിട്ട് ഒരു അലർട്ട് നൽകുന്നു. വാഹനത്തിൻ്റെ ഡ്രൈവിംഗ് അനുഭവത്തെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ശരിക്കും നല്ല സീറ്റിംഗ് പൊസിഷൻ, പുറത്തേക്കുള്ള വിസിബിലിറ്റി ആണെങ്കിലും നല്ലത്. എല്ലാ രീതിയിലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന, ഇലക്ട്രോണിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഡ്രൈവർ സീറ്റാണ് പുത്തൻ GLAയിലുള്ളത്. അപ്പോൾ നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന വാഹനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ലിറ്ററിലുള്ള ഡീസൽ പതിപ്പാണ്. അത് 8 സ്പീഡ് DCTയിലാണ് ആ വാഹനം എത്തുന്നത്. കരുത്തെന്ന് പറഞ്ഞാൽ 190 PS-ഉം അതിൻ്റെ ഒരു ടോർക്ക് 400 ന്യൂട്ടൺ മീറ്ററുമാണ്. 0 നിന്ന് 100 കിലോമീറ്റർ സ്പീഡിലെത്താൻ 7.3 സെക്കൻഡ് മാത്രമാണ് എടുക്കുന്നത്. വളരെ കൺജസ്റ്റഡ് ആയിട്ടുള്ള റോഡുകളിലൂടെയും ഹെക്ടിക് ട്രാഫിക്കിലൂടെയും ഒക്കെ തന്നെയും നമുക്ക് ഈ വാഹനത്തെ ഈസി ആയിട്ട് കൊണ്ടുപോകാം. സ്റ്റോപ്പ് ആൻഡ് ഗോ ട്രാഫിക്കിൽ നമ്മളിപ്പം 0-യിലാണെങ്കിലും വാഹനം പിന്നെ ട്രാഫിക് ഓപ്പൺ ആകുമ്പോൾ വളരെ സ്മൂത്തായിട്ട് തന്നെ വാഹനം ഇത് ചെയ്യുന്നു. അല്ലാതെ ഇനിഷ്യൽ ലാഗിങ്ങോ ജെർക്കിങ്ങോ ഇങ്ങനത്തെ യാതൊരു വിധമായ സംഗതികളിലുമില്ല. ഹൈവേകളിലൊക്കെ വാഹനം ഒരു സൂപ്പർ പെർഫോമറാണ്. അതുപോലെ തന്നെ ഇതിനകത്തെ NVH ലെവൽ മികച്ചതാണെന്ന് പറയുന്നു. വലിയ കുഴികളിലോ അല്ലെങ്കിൽ വലിയ ഹമ്പുകളിലോ ശരിക്കും സസ്പെൻഷൻ അത്ര മികച്ചതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പം ശരിക്കും NVH ലെവലിൽ വളരെ മികച്ചതാണ്. എഞ്ചിൻ്റെ നോയ്സോ മോട്ടറിൻ്റെ നോയ്സോ റോഡിലെ ശബ്ദങ്ങളോ ഒന്നും തന്നെ ക്യാബിനിലേക്ക് വരുന്നില്ല. ഫോർമാറ്റിക് വാഹനം ഓടിക്കുമ്പോൾ നമുക്കൊരു സ്മൂത്ത് ഹാൻഡ്ലിംഗ് ആണ്. അതുപോലെ തന്നെ ബെറ്റർ ട്രാക്ഷൻ ആണ് ലഭിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ കോർണറിങ്ങിലൊക്കെ തന്നെയും മികച്ച സ്റ്റെബിലിറ്റി വാഹനത്തിന് ലഭിച്ചു. പിന്നീട് പറയാനുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, 5 ഡ്രൈവ് മോഡ്സ് ഇതിനകത്തേക്കുണ്ട്. അപ്പം വാഹനത്തിൻ്റെ ഉയർന്ന സ്പീഡ് 219 കിലോമീറ്ററാണ്. ശരിക്കും ഇതിലെ മോഡുകൾ ഇതിൻ്റെ എൻജിനുമായിട്ടും മോട്ടറുമായിട്ടും അതിൻ്റെ പെർഫോമൻസുമായിട്ടും ഒക്കെ തന്നെയും പിന്നെ ആനുപാതികമായിട്ടുള്ള ഒരു കാര്യമാണെന്ന് നമുക്കറിയാം. ഗിയർ ബോക്സും എല്ലാം തന്നെയും. അപ്പോൾ ശരിക്കും നമ്മൾക്ക് ഏത് രീതിയിൽ ഈ വാഹനം ഓടിക്കണം എന്നുള്ളത് നമ്മുടെ ചോയ്സാണ്. ഫ്യൂവൽ എഫിഷ്യൻസി കൂടുതൽ വേണമോ അതോ പെർഫോമൻസ് നന്നായിട്ട് നമുക്ക് അറിയണമെങ്കിൽ സ്പോർട്സ് മോഡിലൊക്കെ ഇട്ട് 219 കിലോമീറ്ററൊക്കെയാണ് വാഹനം നമുക്ക് കൊണ്ടുപോകാം. അപ്പം പെർഫോമൻസ് ആണോ ഫ്യൂവൽ എഫിഷ്യൻസി ആണോ നിങ്ങളുടെ കൺസേൺ എന്നത് തീർച്ചയായിട്ടും പിന്നെ പരിഗണിക്കപ്പെടുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെയാണ് ശരിക്കും ഇതിനകത്തേക്ക് ഓഫ് റോഡിങ് ടെക്നോളജി പാക്കേജ് വരെയും ഈ വാഹനത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. 3 ദിവസമാണ് ഈ വാഹനം എക്സ്പീരിയൻസ് ചെയ്യാൻ ലഭിച്ചത്. എന്തായാലും എനിക്ക് ഈ വാഹനം നന്നായിട്ട് ഇഷ്ടമായി. ശരിക്കും സിറ്റി റൈഡിന് ഏറ്റവും ആപ്റ്റാണ്, ഹൈവേകളിലും ഏറ്റവും ആപ്റ്റാണ്. സസ്പെൻഷൻ്റെ കാര്യത്തിൽ മാത്രം, അതായത് വലിയ കുഴികളിൽ കയറുമ്പോൾ സസ്പെൻഷൻ മാത്രമായിട്ട് എനിക്കൊരു പ്രശ്നമായി തോന്നിയിട്ടുള്ളൂ. ബാക്കി ഇപ്പോൾ തന്നെ നമ്മൾ നോക്കുക, നമ്മളൊരു ഇടുങ്ങിയ വഴി കൂടിയാണ് പോകുന്നത്. അപ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഒരു 360 ഡിഗ്രി ക്യാമറ എല്ലാ വിധത്തിലുള്ള അലർട്ടുകൾ തരുന്നുണ്ട്. കുത്തനെയുള്ള ഇറക്കത്തിലൂടെയും കുത്തനെയുള്ള കയറ്റത്തിലൂടെയും ഒക്കെ തന്നെ ഈ വാഹനത്തെ നമ്മൾ പരീക്ഷിച്ചു. ശരിക്കും നല്ലൊരു പെർഫോമറാണ് GLA 220D ഫോർമാറ്റിക് എന്ന് പറയുന്നു. ശരിക്കും ഒരു അഫോർഡബിൾ, അതായത് മെഴ്സിഡീസ് വാഹനങ്ങളുടെ ശ്രേണിയിൽ ഒരു അഫോർഡബിൾ ആയിട്ടുള്ള ഒരു SUV, സ്ട്രോങ് ആയിട്ടുള്ള സുരക്ഷിതമായിട്ടുള്ള ഒരു SUV, അത്യാവശ്യം റിച്ച് പാക്ഡ് ആണ് 2024 എത്തിയിരിക്കുന്ന ഈ വാഹനം എന്ന് പറയാം. അപ്പം വേണമെങ്കിൽ തീർച്ചയായിട്ടും ഈ വാഹനം ചൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. വാഹനത്തിൻ്റെ എല്ലാവിധ വിശേഷങ്ങളും ഈ എപ്പിസോഡിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മറ്റൊരു വാഹനത്തിൻ്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ.